ഇപ്പോൾ ചേതൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കൊച്ചിയിൽ ചിലയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ചേതൻ ചേരുന്നത്. ചേതൻ, ഇന്നത്തെ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഇന്ന് മഴ എങ്ങനെയുണ്ട്? മഴ കുറയുന്നുണ്ടോ? ഒപ്പം തന്നെ വെള്ളക്കെട്ടൊക്കെ മെല്ലെ ഇറങ്ങി തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ. മനു, ഇന്ന് അതായത് ഇപ്പോൾ കൊച്ചി നഗരത്തിലെ അവസ്ഥ ശക്തമായ ഒരു മഴ എന്ന് പറയാൻ സാധിക്കില്ല. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ ഇനിയും തോർന്നിട്ടില്ല. ചെറിയ ശക്തിയിൽ ചാറ്റൽ മഴയായിട്ടാണ് ഇപ്പോൾ കൊച്ചി നഗരങ്ങളിൽ മഴ പെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും മഴ പെയ്താൽ സാധാരണ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ അല്പം ശമിച്ച നിലയിൽ ഇപ്പോൾ കൊച്ചിയിൽ ഈ വെള്ളക്കെട്ടിനൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കാക്കനാടുള്ള മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിലാണ്. ഈ ഹൈസ്കൂളിലെ ഇവിടെയാണ് ഇപ്പോൾ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ 13 കുടുംബങ്ങളോളമാണ് ഇവിടെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കീരേലി മലയിലുണ്ടായ ഈ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇവരെ ഇങ്ങോട്ടേക്ക് ജില്ലാ ഭരണകൂടം മാറ്റിയിരിക്കുന്നത്. 13 കുടുംബങ്ങൾ, ഏകദേശം 23ഓളം പേരാണ് ഇപ്പോൾ നിലവിൽ ഈ ക്യാമ്പിൽ ഇവിടെ കഴിയുന്നത്. വീട് വിട്ട് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് മാറേണ്ടി വരുന്ന ആ ഒരു വിഷമമൊക്കെ ഇവരിൽ ഉണ്ട്. അതിൻ്റെ ഒരു ആശങ്ക ഇവരിലുണ്ട്. എത്ര കാലത്തോളം ഇവർക്കിവിടെ തുടരണം എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഇവരിവിടെ ഉണ്ട്. നമ്മളോടിപ്പോൾ ചേരുന്നത് ഇവിടുത്തെ ആശാവർക്കറായ മഞ്ജുവാണ്. മഞ്ജു, എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ ഇവർ വന്നത് ഇന്നലെ 5 മണിയായപ്പോൾ തന്നെ എല്ലാവരും കൊണ്ടുവന്നു. അതിന് മുമ്പ് 12 മണിയായപ്പോൾ തന്നെ ക്യാമ്പ് ഓപ്പൺ ആക്കണ കാര്യം ഇവരോട് അറിയിച്ചു. പക്ഷേ മഴയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് നമുക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ സൗകര്യങ്ങൾ അപ്പോൾ ഇന്നലെ പെട്ടെന്നായതുകൊണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ രാത്രി ഒന്നും ഇവർ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. കാരണം നല്ല മഴയത്ത് കാറ്റടിച്ചു, വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വീണിട്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇവർ രാത്രി തന്നെ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ വിളിച്ചു. വില്ലേജ് ഓഫീസർ അപ്പോഴത്തേനും ഇവരെയൊക്കെ വിളിച്ചു. പിന്നെ രാവിലത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്കുള്ള റൂമുകളൊക്കെ നമുക്ക് ഓപ്പൺ ആക്കി ഇവരങ്ങോട്ട് മാറ്റാമെന്ന് ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ സാർമാരൊക്കെ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ണിടിച്ചൽ എപ്പോഴാണ് ഉണ്ടായത്? അതിനെപ്പറ്റി പെട്ടെന്ന് തന്നെ ജില്ലാ ഭരണകൂടം മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഞാൻ ഡെപ്യൂട്ടി കളക്ടറെ വിളിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞു മഞ്ജു മാറ്റാനുള്ള എല്ലാ ഇതുണ്ടായി. അപ്പോൾ തന്നെ വില്ലേജ് ഓഫീസറും വിളിച്ചു. മഞ്ജു എങ്ങനെയാണ് അവസ്ഥ, നമുക്ക് മാറ്റണ്ടേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഈ 6:30 മണിയൊക്കെ ആയില്ലേ, നമുക്ക് നാളത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഏത് നിമിഷവും ക്യാമ്പിലേക്ക് പോകേണ്ട വരൂട്ടാന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ തന്നെ മണ്ണിടിഞ്ഞു. അവിടെ നിന്ന് ഞാനിപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് മാറി താമസിക്കുന്നത്. ഞാനും ഈ ക്യാമ്പിലൊരു അന്തേവാസിയാണ്. ഇത്തിരി മാറി താമസിക്കാറ്. ഇവർ അപ്പം തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ തന്നെ കളക്ടറെയൊക്കെ അപ്പം തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തി. അവരപ്പം തന്നെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. സ്കൂളൊക്കെ വന്ന് ചോദിച്ചു. മുനിസിപ്പാലിറ്റി സ്കൂളൊക്കെ ക്ലീൻ ചെയ്തു. കൗൺസിലറൊക്കെ ഇടപെട്ടു. പെട്ടെന്ന് പിടിപിടിയുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എല്ലാവരും പെട്ടെന്ന് സഹകരിച്ചു ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് മാറാൻ. സഹകരിച്ച് ഒരു വീട്ടുകാർ സഹകരിച്ച്. അവർ പിന്നെ രാത്രി ആകുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു. പിന്നെ പോലീസിൻ്റെ സഹായമൊക്കെ തേടി. കാരണം അവരെന്താ വെച്ച് പറഞ്ഞാൽ ഈ ക്യാമ്പിൽ എല്ലാ വർഷവും വന്നെയാണല്ലോ. അപ്പോൾ ഈ വർഷവും കൂടി മതിയെന്ന് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞേക്കണേണ്. കാരണം പെരവണി തുടങ്ങാനുള്ള ഒരു ഇതൊക്കെ ഈ ഇലക്ഷൻ്റെ ഇത് കഴിയുമ്പോഴത്തേനും നമുക്ക് പെരുമാറ്റച്ചട്ടം കഴിയുമ്പോൾ നമുക്ക് പെരവണി തുടങ്ങാമെന്നുള്ളൊരു ഇതിലാണ് നിൽക്കണത്. ഫണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് പാസ്സായി കിടക്കാം. മനു, ഇവിടെ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു വീട് വിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഇവരുടെ മുഖത്ത് കാണാം. ചേച്ചി, അല്ല ഇന്നലെ 3 മണിയായപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ അവിടെ വന്ന് ഞങ്ങൾ അറിയിച്ച് ഞങ്ങൾക്ക് പേപ്പർ തന്നു. ആ പേപ്പറും കൊണ്ട് ഞങ്ങൾ വേഗം റെഡിയായി പോരാനും പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് 5 മണിയോടുകൂടി വണ്ടി വരും, കയറി പോന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ പറമ്പിൽ നിൽക്കണമായിരുന്നു കുടയും പിടിച്ച്. ഞങ്ങൾ വണ്ടി കയറി ഇങ്ങനെ പോകുന്നു. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? രാവിലെ കഴിച്ച്, പക്ഷേ ഉച്ചക്കൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ 3 മണിയായപ്പോഴത്തേക്കും വന്ന് പറഞ്ഞു. ഇന്ന് കഴിച്ചു, ഇപ്പോൾ കഴിച്ചു. മനു, ഇത് ദൃശ്യങ്ങൾ തന്നെ കാണാം. കുട്ടികളുമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ ജൂൺ മാസം സ്കൂളുകളൊക്കെ തുറക്കുന്ന ഒരു സമയമാണ്. സ്കൂളിൽ പോകേണ്ട ആ ഒരു തയ്യാറെടുപ്പിൽ നിൽക്കേണ്ട സമയത്താണ് പെട്ടെന്ന് തന്നെ ഇവർക്ക് ഈ വീട് വിട്ട് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ നമ്മൾ ഇവരുടെ മുഖത്തു നിന്ന് കാണാം. പെട്ടെന്ന് തന്നെ ഈ മഴയൊന്ന് പെയ്ത് തോർന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇവർ. ചേച്ചി, എപ്പോഴാണ് ഇങ്ങോട്ട്? ഇന്നലെ ഒരു 5 മണിയായിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ വന്ന് നമ്മളോട് നേരത്തെ മുന്നറിയിപ്പ് തന്ന് മഴ കൂടിയാൽ നിങ്ങളുടെ ഇവിടുന്ന് മാറേണ്ടി വരുമെന്ന്. അപ്പോൾ ഞങ്ങൾ ശരി ഓക്കെ എന്നും പറഞ്ഞു. കാരണം എപ്പോഴും ഞങ്ങളെല്ലാ വർഷവും ഇപ്പോൾ 2018 തുടങ്ങി ഞങ്ങളിപ്പോൾ ഈ സ്കൂളിലും
പിന്നെ മഠത്തിലും ഒക്കെ ആയിട്ട് അവർ നമ്മളെ മഴ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കാൻ അനുവദിക്കാറില്ല. അപ്പം തന്നെ നമ്മളെ സുരക്ഷിതമായിട്ട് അവർ എത്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ വർഷവും ഇങ്ങനെ തന്നെ വന്ന് അത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മഴ കിടക്കണേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂൾ പോകേണ്ട സമയം പിള്ളേരൊക്കെ രണ്ടുപേരും സ്കൂളിൽ പോകേണ്ടതാണ്. ഇവിടെ തന്നെയൊക്കെയാണ് പഠിക്കണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരിതത്തിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിതം. വളരെ ഭയങ്കര മഴ തോർന്ന് കിട്ടിയാൽ വലിയ ഉപകാരം. കാരണം നമ്മുടെ വീട്ടിൽ സുഖമില്ലാത്ത ചേട്ടന് സുഖമില്ല, ശ്വാസം മുട്ടൊക്കെയാണ്. പിന്നെ ആകെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് നമുക്ക്. മനു, അത് തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിഷയം. എല്ലാവരും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് മാറേണ്ട ഒരു അന്താളിപ്പം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു വിഷമത്തിലുമാണ് ഇവർ. എത്രയും പെട്ടെന്ന് ഈ ഒരു ദുരിത മഴ ഒന്ന് പെയ്ത് തീർന്ന് വീട്ടിലേക്ക് എത്രയും പെട്ടെന്നൊന്ന് എത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലും പ്രാർത്ഥനയിലുമാണ് ഇവർ. മനു.